ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും ഫോറക്സ് മാർക്കറ്റ് സീരീസ് പഠിക്കുന്ന അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോസിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് എന്ന് കൃത്യമായിട്ട് തന്നെ നമ്മൾ തന്നെ പഠിച്ചു. അതേ വ്യക്തിയോടെ തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. സോ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ ഡിവൈസിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇത് എൻട്രി കൺസെപ്റ്റിനെ വരെ അതിനെ വരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ അത്രയ്ക്കും ശ്രദ്ധയോടെ ഈ വീഡിയോസ് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത് ഫോറക്സിൻ്റെ സെഷൻസിനെ പറ്റിയിട്ടാണ്. എന്താണ് ഈ സെഷൻസ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത് 24x5 മാർക്കറ്റ് ആണെന്ന് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു. അതേപോലെ തന്നെയാണ് 24 മാർക്കറ്റ് ഓപ്പൺ ആയി. കാരണം ഇനി അത് കരുതി നമ്മൾ ഫോറക്സിൽ എപ്പോഴും ചാർട്ട് തുറന്നിട്ട് 24 മണിക്കൂർ തുറന്നെടുക്കുന്നതാണ് അല്ല, അതൊരു തെറ്റായ ധാരണയാണ്. അതുകൊണ്ടാണ് ഫോറക്സ് മാർക്കറ്റിൽ സെഷൻസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫോറക്സ് മാർക്കറ്റിൽ മേജറായി 3 സെഷൻസ് ആണുള്ളത്. ഏഷ്യൻ സെഷനും ലണ്ടൻ സെഷനും ഈ 2 AM PM കൂടിയിട്ടുള്ള ന്യൂയോർക്ക് സെഷനും. ഇങ്ങനെ 3 മേജറായിട്ടുള്ള സെഷൻസ് ആണ് ഉള്ളത്. എങ്ങനെയാണ് ടൈം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തതയോടെ ഞാൻ പറഞ്ഞു തരാം. സോ ഫോറക്സ് മാർക്കറ്റിൻ്റെ സെഷൻസിൻ്റെ ടൈം നോക്കാം നമുക്ക്. ലണ്ടൻ മാർക്കറ്റ് രണ്ട് രീതിയിലാണ് ഉള്ളത്. ഒന്ന്, ജർമ്മനി ഉൾപ്പെടുന്ന രാജ്യമുള്ള ഓപ്പൺ ആവുന്ന മാർക്കറ്റാണ്. അതേപോലെ ലണ്ടൻ ഓപ്പൺ ആവുന്ന മാർക്കറ്റാണ്. ഈ 2 മാർക്കറ്റും കൂടിയതിനാണ് നമ്മൾ ലണ്ടൻ സെഷൻ എന്ന് പറയുന്നത്. ഇത് എപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത്, എപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. 11:30 AM മുതൽ 7:30 PM വരെ ലണ്ടൻ്റെ ജർമ്മൻ മാർക്കറ്റ് ഓപ്പൺ ആയിക്കാരം. അതേപോലെ ലണ്ടൻ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് 12:30 PM മുതൽ 8:30 PM വരെയാണ് ലണ്ടൻ മാർക്കറ്റ് ഓപ്പൺ ആകുന്നത്. സോ ടോട്ടലി ലണ്ടൻ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് 11:30 AM മുതൽ 8:30 PM വരെയാണ് ലണ്ടൻ സെഷൻ ഉണ്ടാവുക. സോ എങ്ങനെ ലണ്ടൻ സെഷൻ? 2 രാജ്യം കൂടിയതാണ് രണ്ട് നാഷൻസ് കൂടിയതാണ് ലണ്ടൻ സെഷൻ വരുന്നത്. ജർമ്മൻ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് 11:30 മുതൽ 7:30 PM വരെയാണ്. അതേപോലെ ലണ്ടനും ഗ്രേറ്റ് ബ്രിട്ടനും കൂടിയിട്ടുള്ള സെഷൻ വരുന്നത് എപ്പോഴാണ്? 12:30 PM മുതൽ 8:30 PM വരെയാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടല് ലണ്ടൻ സെഷൻ എപ്പോഴാണ് ഓപ്പൺ ആവുന്നത്? 11:30 AM മുതൽ ക്ലോസ് ചെയ്യുന്നത് 8:30 PM വരെയാണ്. ഇതാണ് ലണ്ടൻ മാർക്കറ്റ് വരുന്നത്. ഇനി നമുക്ക് ഏഷ്യൻ മാർക്കറ്റ് നോക്കാം. ഏഷ്യൻ മാർക്കറ്റും ഇപ്പോൾ പറഞ്ഞ അതേപോലെ തന്നെ 2 രീതിയിലാണ് വരുന്നത്. ഒന്ന് സിഡ്നി മാർക്കറ്റും ഒന്ന് ടോക്കിയോ മാർക്കറ്റും. സിഡ്നി മാർക്കറ്റ് വരുന്നത് പുലർച്ചെ 3:30 മണി മുതൽ രാവിലെ 11:30 വരെയാണ് സിഡ്നി മാർക്കറ്റ് വരുന്നത്. അതെ, ടോക്കിയോ മാർക്കറ്റ് വരുന്നത് അപ്പോൾ പുലർച്ചെ 4:30 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ ആയിരിക്കും ടോക്കിയോ മാർക്കറ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഏഷ്യൻ സെഷൻ തുടങ്ങുന്നത് പുലർച്ചെ 3:30 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ഏഷ്യൻ സെഷൻ ഉണ്ടാകുന്നത്. ഇത് കൃത്യമായിട്ട് തന്നെ മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ന്യൂയോർക്ക് സെഷനാണ്. അതായത് ദ മോസ്റ്റ് വോളട്ടൈൽ ഇൻ 24 hours. 24 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ വോളട്ടൈൽ ആയിക്കാണ്ട് നല്ല രീതിയിൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്ന മാർക്കറ്റാണ് ന്യൂയോർക്ക് മാർക്കറ്റ് എന്ന്. ഈ ഒരു മാർക്കറ്റിലായിക്കാരം നമ്മളെ ലൈവ് ട്രേഡൊക്കെ നടക്കാൻ പോകുന്നത്. 7:30 PM ലൈവ് ട്രേഡ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ന്യൂയോർക്ക് മാർക്കറ്റിനെ സെലക്ട് ചെയ്യുന്നത്. കാരണം എന്തെയ്യുന്നു, അതിൽ കൃത്യമായ സ്ട്രക്ചർ ഫോം ആകും. സോ ട്രേഡ്സ് എല്ലാം കൃത്യതയോടെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. സോ ന്യൂയോർക്ക് മാർക്കറ്റ് എന്ന് നോക്കുന്നത് 5:30 PM വൈകുന്നേരം 5:30 മണി മുതൽ പുലർച്ചെ അല്ലെങ്കിൽ രാത്രി 1:30 AM വരെ എന്തുണ്ടാകും? ന്യൂയോർക്ക് മാർക്കറ്റ് ഉണ്ടാകും. ഫോറക്സ് സെഷൻസ് കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇത് എങ്ങനെ മാർക്കറ്റിൽ ഇതേപോലെ നമ്മളെ ചാർട്ടിൻ്റെ രൂപത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം? ഒരു ഇൻഡിക്കേറ്ററിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ ഈ ഒരു ചാർട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. സോ ഞാനിപ്പോൾ വെറുതെ GBP/USD എന്ന പെയർ എടുത്തിട്ടുണ്ട്. ഇതിൽ ICT കിൽ സോൺ എന്ന് പറയുന്ന ഇവിടെ അടിച്ചു കൊടുത്താൽ മതി. ഇൻഡിക്കേറ്റേഴ്സ് എടുക്കുക. അതിൽ ICT കിൽ സോൺ എന്ന് കാണുന്നതില്ലേ, ICT കിൽ സോണിന്
ലിയോൺ ഷോളോ എൻ്റെ ഈ ഒരു ICT കിൽ സോണ് എല്ലാവരും സെർച്ച് ചെയ്ത് എടുക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ ഡിവൈസിൽ കൊണ്ടുപോയി സെർച്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു ICT കിൽ സോണിൽ നിന്ന് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇൻപുട്ട് കണ്ടോ, ഇൻപുട്ടിൽ ഇവിടെ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ നിങ്ങളുടെ ഡിവൈസിലും നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ഇത് ഞങ്ങൾ എക്സ്പീരിയൻസും കൊണ്ട് ചെയ്ത് വെച്ച ഒരു സംഭവമാണ്. സോ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ഇത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഡിവൈസിലും ഇതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ലണ്ടൻ ഓപ്പൺ ചെയ്യുന്നത് 2 മണിക്കാണ്, അതേപോലെ ക്ലോസ് ചെയ്യുന്നത് 5 മണിക്ക്. അതേപോലെ ന്യൂയോർക്ക് ഓപ്പൺ ചെയ്യുന്നത് 8 മണിക്കും ക്ലോസ് ചെയ്യുന്നത് 11 മണിക്കുമാണ്. കിൽ സോണി ഏഷ്യൻ റേഞ്ച് ഓപ്പൺ ചെയ്യുന്നത് 20.15-നും അതേപോലെ ക്ലോസ് ചെയ്യുന്നത് 00, അതായത് 00-ലാണ്. ഇനി ലണ്ടൻ ഓപ്പൺ ചെയ്ത് ലണ്ടൻ ക്ലോസ് ചെയ്യുന്നത് 13:30 മുതൽ 16 മണി വരെയാണ്. ഇത് ന്യൂയോർക്ക് ടൈമിലാണ് ഞാൻ പറയുന്നത്. ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ എന്തിൽ വെക്കുക, നിങ്ങളുടെ ഡിവൈസിൽ ഇത് സെറ്റ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് നേരെ സ്റ്റൈലിൽ പോകാം. സ്റ്റൈലിൽ ലേറ്റ് ഡൗൺ വന്നതിന് ശേഷം ഈ ലണ്ടൻ ഫിൽ മിഡിൽ കാണുന്നുണ്ടോ, അതിൻ്റെ മുകളിലുള്ള എല്ലാ ക്രോസ് ചെയ്ത ബട്ടൺസും ഒക്കെ ക്ലോസ് ആക്കി മാറ്റുക. ഒക്കെ ടിക്കൈക്കരം അത് ക്ലോസ് ആക്കി മാറ്റുക. എന്നിട്ട് ലണ്ടൻ ഫിൽ മിഡിലിൽ 0ക്ക് ഞാൻ കൊടുത്ത അതേ കളർ കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. എല്ലാവർക്കും ഒരേപോലെ യൂണിഫോമിറ്റി വരാൻ വേണ്ടിയിട്ടാണ് ഈ കളർ തന്നെ കൊടുക്കാൻ പറയുന്നത്. അല്ലാതെ വേറൊരു ഭാഗത്തും ഇതുപോലെ ഉണ്ടാവില്ല. അതേപോലെ കളർ 1ലും ഇതേപോലെ തന്നെ കളർ കൊടുക്കുക. ഇനി ന്യൂയോർക്ക് ഫിൽമിഡലല്ലാത്ത ബാക്കി 2 വരുന്നതും ക്ലോസ് ചെയ്യുക. എന്നിട്ട് ന്യൂയോർക്ക് ഫിൽമിഡലിന് ഇതേ കളർ തന്നെ കൊടുക്കുക. അതേപോലെ കളർ 1ലും ഇതേപോലെ തന്നെ കൊടുക്കുക. ബാക്കി വരുന്ന കളേഴ്സ് ഒക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം ലണ്ടൻ ക്ലോസ് ഫിൽമിഡലിൽ ഞാൻ കൊടുത്ത കളേഴ്സ് തന്നെ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബാക്കി വരുന്ന കാര്യങ്ങൾ ഒക്കെ ക്ലോസ് ചെയ്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ ICTൻ്റെ കിൽ സോണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങളുടെ ചാർട്ടിലും കാണാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് ഏഷ്യൻ റേഞ്ചിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏഷ്യൻ റേഞ്ച് ബൈ നിക്കോ 948 ആണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ അത് നിങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ട് അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തിട്ട് ഇൻപുട്ട് നിങ്ങളിൽ വ്യത്യാസമുണ്ടാകും. ആ ഇൻപുട്ട് ഇത് തന്നെ കൃത്യമായി കൊടുക്കുക. സ്റ്റൈൽ എല്ലാം ഇതേപോലെ തന്നെ കൃത്യമായി വെക്കുക. ക്ലോട്ട് മാത്രം ഓപ്പൺ ചെയ്ത് വെക്കുക, ബാക്കി 2ഉം ക്ലോസ് ചെയ്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതേപോലെ തന്നെ നിങ്ങളുടെ ചാർട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഏഷ്യൻ റേഞ്ചാണ്, ഇത് ലണ്ടൻ സെഷനാണ്, അതേപോലെ ന്യൂയോർക്ക് ടൈമാണ്. നിങ്ങൾ തന്നെ നോക്കൂ, ഇവിടെ തന്നെ ഏഷ്യൻ റേഞ്ച് ഈ ഒരു മൊമെൻ്റമാണ് ക്രിയേറ്റ് ചെയ്തത്, ലണ്ടൻ ടൈം ഈ ഒരു മൊമെൻ്റമാണ് ക്രിയേറ്റ് ചെയ്തത്. എന്നാൽ ന്യൂയോർക്ക് ടൈം ക്രിയേറ്റ് ചെയ്ത മൊമെൻ്റം നിങ്ങൾ ശ്രദ്ധിക്കട്ടോ. ന്യൂയോർക്ക് ടൈം ക്രിയേറ്റ് ചെയ്ത മൊമെൻ്റമാണ് ഈ കാണുന്ന മൊമെൻ്റം. ഇത്രയും വലിയ മൊമെൻ്റമാണ് ന്യൂയോർക്ക് ടൈം ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ ന്യൂയോർക്ക് ടൈമിൽ ട്രേഡ് കൂടുതൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്. സോ അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്തതായി പഠിക്കാൻ പോകുന്നത് ന്യൂസ് ആൻഡ് എക്കണോമിക് കലണ്ടേഴ്സ് ആണ്. അതായത് ഇമ്പോർട്ടൻ്റ് ന്യൂസസ് ആണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതായത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ട്സ്, അതേപോലെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ഓവർനൈറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്, US നോൺ ഫാം പേറോള്, ഫോം മീറ്റിംഗ്, അതേപോലെ റീറ്റെയിൽ സെയിൽസ്, ഇതേപോലെയുള്ള ഓരോ ടേംസാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. സാറേ എന്തൊക്കെയാണ് ടേംസ്, ഒന്നും മനസ്സിലാവില്ല എന്ന് പറയുന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞു തരാം. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായത് ഓരോ കാര്യങ്ങൾ കുറേ വട്ടം പറയുമ്പോഴാണ്. ഞാനും ഇതേപോലെ തന്നെ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. ഇതൊക്കെ ഓരോ ടൈമിലുള്ള ന്യൂസസ് ആണ് ഈ കാണുന്നതൊക്കെ. ഞാൻ ഇത് എങ്ങനെ സാറേ ചെക്ക് ചെയ്യാം, ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ഗൂഗിളിൽ പോയി ഫോറക്സ് ഫാക്ടറി എന്ന് സെർച്ച് ചെയ്യുക. ഫോറക്സ് ഫാക്ടറിയിൽ ഫസ്റ്റ് കാണുന്ന ഫോറക്സ് ഫാക്ടറി ഗ്ലോബൽ മാർക്കറ്റ് ഫോർ സ്മാർട്ട് മണി എന്ന് കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം എന്നിട്ട് എന്ത് ചെയ്യുക,
ഇതിൽ കലണ്ടർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. കലണ്ടറിൽ നിങ്ങൾക്ക് ഏറ്റവും റൈറ്റ് സൈഡിൽ ടോപ്പ് മോസ്റ്റിൽ ഫിൽറ്ററിൻ്റെ ചിഹ്നം കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൽ വരുന്ന ഈ റെഡ് ഫോൾഡഡ് ന്യൂസസ് കണ്ടോ? ഈ റെഡ് ഫോൾഡഡ് ന്യൂസസ് ആണ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ എന്തുണ്ടാക്കുന്നത്, ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. ബാക്കി വരുന്ന ഓറഞ്ചും യെല്ലോയും എന്നും അതേപോലെ ഇതും ഒന്നും എന്ത് ചെയ്യില്ല, ഇമ്പാക്റ്റ് ഉണ്ടാക്കൂല. ഇതൊക്കെ ബാങ്ക് ഹോളിഡേയ്സാണ്. സിൽവർ കാണുന്നത് ബാങ്ക് ഹോളിഡേയ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ്. അതേപോലെ ബാങ്ക് ഹോളിഡേയ്സിലെ ദിവസം നമ്മൾ ട്രേഡ് എടുക്കുമോ? അതെന്തുകൊണ്ടാണ് നമ്മൾ ട്രേഡ് എടുക്കാത്തത്? കാരണം മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് നടക്കുന്നത് ആരാണ്? മാർക്കറ്റിലെ മേജർ പാർട്ടിസിപ്പൻസ് ആരാണ്? സെൻട്രൽ ബാങ്ക്സ് ആണ്. ആ സെൻട്രൽ ബാങ്ക്സ് എന്തുണ്ട്, മാർക്കറ്റ് ലീവാണ്. അങ്ങനെയാണെങ്കിൽ അന്ന് ട്രേഡിൽ വോളറ്റിൽ ഉണ്ടാവുമോ? വോളറ്റിലിറ്റി ഉണ്ടാവില്ല. സോ നമ്മൾ നേരെ ട്രേഡ് എടുക്കില്ല. മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉള്ള ഡാറ്റ ഏതാണ്? റെഡ് ന്യൂസ് ആണ്. റെഡ് ന്യൂസസിൽ നമ്മൾക്ക് എങ്ങോട്ട് മാർക്കറ്റ് പോകുമെന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പോലും സാധിക്കില്ല. സോ നമ്മുടെ മുഴുവൻ അക്കൗണ്ട് വാഷ് ഔട്ട് ആവാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. സോ അവിടെ നമ്മൾ ട്രേഡ് എടുക്കുമോ? അവിടെ ട്രേഡ് എടുക്കില്ല. സോ ഇനി നേരെ കലണ്ടറിലേക്ക് പോകാം. കലണ്ടറിലേക്ക് പോകുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ജൂൺ 22-ാം തീയതി CAD CPI എന്ന് പറയുന്ന ന്യൂസ് 6 PM എന്തുണ്ട്, വൈകുന്നേരം 6 മണിക്കുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം 6 മണിക്ക് നമ്മൾ ട്രേഡ് എടുക്കുമോ? ട്രേഡ് എടുക്കൂല. അങ്ങനെയാണെങ്കിൽ CAD വരുന്ന പേഴ്സിലൊക്കെ അന്ന് വലിയൊരു മൂവ്മെൻ്റ് ആയിക്കാരം ഉണ്ടായിട്ടുണ്ടാവുക. ഇങ്ങനെ വേണം നമ്മൾ ന്യൂസിനെ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി കണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. സോ ഇനി അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരെ ഗുഡ് ബൈ.